260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളും ഓഫായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇന്ധന സ്വിച്ച് ഓണാക്കിയെങ്കിലും എഞ്ചിൻ പ്രവർത്തിക്കും മുൻപ് തകർന്നു. വിമാനം പറത്തിയിരുന്നത് കോ പൈലറ്റ്, പക്ഷി ഇടിച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തന്ത്രമൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനം. ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം 11 മണിക്ക്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സന്ദർശനവും യോഗവും നിർണായകം. ശശി തരൂർ എന്ത് പറഞ്ഞാലും പ്രതികരിക്കേണ്ടെന്ന് നിലപാടെടുത്ത് കോൺഗ്രസ്. വിവാദങ്ങളോട് അകലം പാലിക്കണമെന്ന് വക്താക്കൾക്ക് കർശന നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. പാർട്ടി നിലപാട് പറയേണ്ട സമയത്ത് പറയുമെന്നും കോൺഗ്രസ്. കരുതലോടെയുള്ള കോൺഗ്രസ് നീക്കം അടിയന്തരാവസ്ഥയെ തരൂർ വിമർശിച്ചതിനും മോദിയെ പുകഴ്ത്തൽ തുടരുന്നതിനും പിന്നാലെ. ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി വീണ്ടും വിവാദം. ചേറ്റൂരിനെ മറന്നവരാണ് കോൺഗ്രസുകാരെന്ന് ബി.ജെ.പി. സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതിനാലാണ് മറ്റ് നേതാക്കളെ സ്വന്തമാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. വീണ്ടും വിവാദം. ചേറ്റൂർ അനുസ്മരണ ചടങ്ങിന് പിന്നാലെ. CPM നടപടിയെടുത്ത് തരം താഴ്ത്തിയ മുൻ MLA P.K. ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് V.K. ശ്രീകണ്ഠൻ MP. കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി ശ്രീകണ്ഠന്റെ പ്രസംഗം. അലനല്ലൂരിലെ ഗവൺമെന്റ് ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ. ശശിയുടെ മറുപടിയിൽ മണ്ണാർക്കാട്ടെ CPM നേതാക്കൾക്ക് ഒളിയമ്പ്. മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛമാണെന്ന് ശശി. കേരള സർവകലാശാല രജിസ്ട്രാറായി മിനി കാപ്പൻ തുടരും. ഡോക്ടർ KS അനിൽകുമാറിന് പകരം രജിസ്ട്രാറായി തുടരാൻ ഡോക്ടർ മിനിക്ക് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് അനിൽകുമാർ. പിന്തുണ നൽകി സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ. പുതുക്കിയ കീം റാങ്ക് പട്ടികയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് നടപടി തുടങ്ങി. 16-ാം തീയതി രാവിലെ 11 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന്. കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് മന്ത്രി R. ബിന്ദു. പ്രതിസന്ധിക്ക് കാരണം സർക്കാർ എന്ന പ്രചാരണം തെറ്റാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. മദ്രസകൾക്ക് വേണ്ടി സ്കൂൾ സമയം മാറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത നിലപാടെടുത്തതോടെ സർക്കാർ സമസ്ത ഏറ്റുമുട്ടൽ കടുക്കുന്നു. രാവിലത്തെ 15 മിനിറ്റ് ഒഴിവാക്കണമെന്ന് സമസ്ത. സ്കൂൾ സമയം വൈകിട്ട് അരമണിക്കൂർ നീട്ടണമെന്നും നിർദ്ദേശം. പറ്റില്ലെന്നും മദ്രസ പഠന സമയത്തിൽ മാറ്റം വരുത്തട്ടെ എന്നും സർക്കാർ നിലപാട്.